പൈനാപ്പിൾ കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി പുനഃപരിശോധിക്കുന്നില്ലെന്ന പ്രമുഖ ദേശസാൽകൃത ബാങ്കിന്റെ തീരുമാനം കർഷകർക്ക് വൻ തിരിച്ചടിയാകുന്നു. സുഗമമായി ലഭിച്ചിരുന്ന വായ്പകൾ പെട്ടെന്ന് നിലച്ചതും പുതിയ വായ്പകൾ ലഭിക്കുന്നതിലെ കടുത്ത നിബന്ധനകളും മേഖലയെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് കർഷകർ ആശ്രയിച്ചിരുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കഴിഞ്ഞ ജൂണിലാണ് ബാങ്ക് നിർത്തലാക്കിയത്. ഇതിനു പകരമായി ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ നാണ്യവിളകൾക്ക് നൽകുന്ന കിസാൻ സമൃദ്ധി റെയിൻ വായ്പ മാത്രമായിരിക്കും ഇനി പൈനാപ്പിൾ കർഷകർക്കും ലഭിക്കുക. ഇത് ദേശീയ തലത്തിൽ കൈക്കൊണ്ട നയപരമായ തീരുമാനമാണെന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. ഭൂരിഭാഗം പൈനാപ്പിൾ കർഷകരും സ്ഥലം പാട്ടത്തിനെടുത്ത് ഇടവിളയായി കൃഷി ചെയ്യുന്നവരാണ്. സ്ഥലത്തിന്റെ പാട്ടക്കരാർ ഉൾപ്പെടെ ലളിതമായ രേഖകൾ സമർപ്പിച്ചാൽ 3 മുതൽ 3.5 വർഷം വരെ കാലാവധിയിൽ കിസാൻ ക്രെഡിറ്റ് വായ്പ മുൻപ് ലഭിച്ചിരുന്നു. വിളകൾക്ക് വിലയിടിവ് നേരിടുന്ന സമയങ്ങളിൽ വായ്പാ തുക മുഴുവൻ തിരിച്ചടച്ചില്ലെങ്കിലും പലിശ മാത്രം അടിച്ച് വായ്പ പുതുക്കാൻ കർഷകർക്ക് സാധിച്ചിരുന്നു. എന്നാൽ പുതുതായി ഏർപ്പെടുത്തിയ കിസാൻ സമൃദ്ധി റെയിൻ പദ്ധതിയിൽ വായ്പാ തുകയും പലിശയും പൂർണ്ണമായി അടച്ചു തീർത്താൽ മാത്രമേ വായ്പ പുതുക്കി നൽകുകയുള്ളൂ. കൂടാതെ വീണ്ടും പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സങ്കീർണമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. തിരിച്ചടവ് മുടങ്ങുന്നതോടെ കർഷകരുടെ ക്രെഡിറ്റ് സ്കോർ കുറയുകയും ഇത് ഭാവിയിൽ പുതിയ വായ്പകൾ ലഭിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും. പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരുടെയും വ്യാപാരികളുടെയും സംഘടനകളും ജനപ്രതിനിധികളും ബാങ്ക് അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ല. നിലവിലെ വായ്പകൾ കാലാവധിക്കുള്ളിൽ പൂർണ്ണമായി അടച്ചു തീർക്കാൻ തുക കണ്ടെത്താനാകാതെ നെട്ടോട്ടത്തിലാണ് കർഷകർ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ.